ഹായ് ഫ്രണ്ട്സ് സ്റ്റോറായിട്ട് പോവാം. അങ്ങനെ രണ്ടുപേരും കുടിച്ചിട്ട് ഹീറോയിൻ്റെ റൂമിൽ വന്നതാണ്. ഹീറോയിൻ ഷോക്ക് എന്താ ചെയ്യുന്നതെന്ന് പറയാമായിരുന്നു. ഹീറോയിൻ റൂമിൽ വന്ന് ലോക്ക് ചെയ്ത് അങ്ങനെ ഹീറോയിനെ കിസ് ചെയ്തു. അങ്ങനെ എല്ലാവർക്കും രണ്ടാൾക്കും നടന്നായിരുന്നു. ഹീറോയിൻ രാവിലെ അഞ്ചിന് നന്നായിട്ട് അറിയായിരുന്നു. പാവം ഹീറോയിൻ മുറയ്ക്കായിരുന്നു രണ്ടുപേരെ കാണുന്ന തുറന്ന ഷോക്കായിരുന്നു. രണ്ടുപേരും കണ്ടക്കാതെ പോകുന്ന തുടങ്ങിയായിരുന്നു. ഇത് വിട്ടാൽ ശരിയാവില്ല പറഞ്ഞ് എല്ലാം ഡ്രക്കേഴ്സ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ഒരുമാതിരി കിടപ്പാൻ തുടങ്ങിയാണ് രണ്ടുപേരും അല്ല എന്തിനാ ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നെ ജംഗുക്കും മമ്മിയും മമ്മിയും വന്നായിരുന്നു. എന്നിട്ട് രണ്ടുപേരും മമ്മി രണ്ടുപേരും മമ്മി പറഞ്ഞ ഒരാളാണ് ഡാഡി വന്ന് ഹീറോയുടെ മമ്മിയോട് സംസാരിച്ചായിരുന്നു. വരവേയില്ല, ശരി ഓക്കെ, ഇവർക്ക് രണ്ടുപേർക്ക് പിടിക്കും എന്ന് പറഞ്ഞ് രണ്ടുപേർക്കും ഹീറോയ്ക്ക് മാരേജ് നടന്നായിരുന്നു. ഹീറോയ്ക്ക് ഷാക്കായിരുന്നു, മുറയ്ക്കായിരുന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. നന്നായിട്ട് മാരേജ് നടന്നായിരുന്നു, ജോലിയായിട്ട് ഇരുന്നായിരുന്നു. അങ്ങനെയായിട്ട് ഇപ്പോൾ ഇങ്ങനെയായിട്ട് കമ്പനി പറഞ്ഞ ഹീറോയ്ക്ക് കിടപ്പാൻ തുടങ്ങിയായിരുന്നു. അതുമാത്രമല്ല ഹീറോയി കമ്പനി നോക്കാൻ ഏതോ ഇവരെ നോക്കണ എന്ന് പറഞ്ഞ് ഹീറോയിന് വീട് ചേഞ്ച് ആയിരുന്നു. അതുമാത്രമല്ല ഹീറോയി പറയായിരുന്നു ഹീറോയ്ക്ക് ചേട്ടനുണ്ടായിരുന്നു. ചേട്ടനാണ് കമ്പനി നോക്കുന്നത്. ചേട്ടൻ പറയായിരുന്നു ശരി രണ്ടുപേരാണ് കമ്പനി. ഹീറോയിൻ്റെ ചേട്ടൻ ശരി ഇനി ഞാൻ തന്നെ ഒറ്റയ്ക്ക് നോക്കണം പറഞ്ഞിട്ട് ഹീറോയിൻ്റെ ചേട്ടൻ കമ്പനി റൺ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ചേട്ടനക്ക് മാരേജായി 2 ബേബീസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഞങ്ങൾക്ക് ഹീറോയിന് മാരേജ് കഴിച്ച് അവർ പോയിരുന്നു, കൊറിയൊക്കെ വിളിച്ചുകൊണ്ട് പോയിരുന്നു. ഹീറോയിന് താങ്ങായിരുന്നു, ഭയങ്കര കാരിങ് തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുപോലെ ഇപ്പോൾ ഹീറോയിൻ പറഞ്ഞ ഫങ്ഷനായിരുന്നു, അത് അവിടെ ചെയ്തായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ബേബീസ് ജനിച്ച് ട്വിൻസാണ്. ഫസ്റ്റ് ജനിച്ച് ഹീറോയി ട്വിൻസ് ജനിച്ചായിരുന്നു. ഫസ്റ്റ് ട്വിൻസ് എന്ന് പറയായിരുന്നു. നോക്കുമ്പോൾ അടുത്ത ബേബി ജനിച്ചായിരുന്നു. ഇത് കേട്ട് അവർക്ക് ഷോക്കായിരുന്നു. 2 ഫസ്റ്റ് ബോയ് ബേബി, ലാസ്റ്റ് ഒരു ഗേൾ ബേബി ജനിച്ചു. ട്വിൻസ് പറഞ്ഞ് ഡോക്ടർ പറയായിരുന്നു ഇല്ല സർപ്രൈസ് എന്ന് പറയായിരുന്നു. അവർ മുറയ്ക്കായിരുന്നു ഹീറോയിനെ നോക്കിയിട്ട്. ഒന്നുമില്ല എന്ന് പറയായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞില്ലേ വി പറയായിരുന്നു. അതേടാ എനിക്ക് കുറച്ച് ഡൗട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ നന്നായിട്ട് കാരിങ് ചെയ്തായിരുന്നു. ഹീറോയ്ക്ക് ഇപ്പോൾ ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങി. ഇപ്പോൾ ബേബീസ് എല്ലാം വളർന്ന് വലുതായിരുന്നു. ബേബീസ് ഫസ്റ്റ് ബോയ് ബേബീൻ്റെ പേര് കിം, രണ്ടാമത്തെ ബേബിന് ജിയോ. കുക്കി. ഗേൾ ബേബീൻ്റെ പേരാണ് ഓയാരി. ഗേൾ ബേബിയുടെ മമ്മി എനിക്കിത് വേണോ അത് വേണോ എന്ന് പറഞ്ഞ് ഹീറോയിന് ടോർച്ചറാണ്. ഇപ്പോൾ കുറച്ച് ഡേയ്സ് തന്നെ ഹീറോയിൻ്റെ ബേബീസൊക്കെ പറഞ്ഞ 6 ഏജായി, 6 വയസ്സായി. ഇപ്പോൾ പറയുന്നു ഹീറോയിൻ ശരി നമുക്ക് പോവാം എന്ന് പറയണേ. ഹീറോയിൻ പറയുന്നത് കേട്ടിട്ട് രണ്ടുപേരും മൂഡ് ചേഞ്ച് ആയിരുന്നു. അതുമാത്രമല്ല ഹീറോയിൻ പറയുന്നു പോവാ എന്ന് പറയണേ. ഹീറോയിച്ച് പറയുന്നത് കേട്ട ഒരു വീടും ഇങ്ങനെ ചേഞ്ച് ആയിരുന്നു. ഹീറോയിച്ച് പറയുന്നു പോവാ എന്ന് പറയുന്നു. അവർ ഹീറോയിനെ വിളിച്ചോണ്ട് പോയിരുന്നു. അങ്ങനെ ഇന്ത്യയൊക്കെ വന്നായിരുന്നു. അപ്പോൾ നോക്കുക ഹീറോയിൻ്റെ മമ്മിക്ക് ഡാഡികൾ ഹാപ്പി ആയിരുന്നു. അതുമാത്രമല്ല ഹീറോയ്ക്ക് പറഞ്ഞ എൻ്റെ 2 ബേബീസ്, അതെ ഹീറോയ്ക്ക് പറഞ്ഞ ഇതിന് ട്വിൻസ് ബേബീസ് ജനിച്ചായിരുന്നു. ഹീറോയ്ക്ക് പറഞ്ഞ 2 ബോയ്സ് ബേബിയോ. ഹീറോയി മുറയ്ക്കായിരുന്നു. അതിനായിട്ട് ഹീറോയി ജോലിയായിട്ട് വിളിച്ചോണ്ട് പോയായിരുന്നു. അതുമാത്രമല്ല ഹീറോയി ഭയങ്കര കാരിങ് ആയിട്ട് നോക്കാൻ തുടങ്ങിയാണ്. അങ്ങനെയായിട്ട് ഹീറോയിനെ നന്നായിട്ട് കെയറിങ് ചെയ്ത് തുടങ്ങി. ഹീറോയുടെ ഫാമിലീസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ പറയായിരുന്നു എങ്ങനെ ഉണ്ടടി ഫാമിലീസ്, പറഞ്ഞൊരു കാര്യമല്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ഫ്രണ്ട് പറയാണ് ഫ്രണ്ടൊക്കെ മാരേജായ ബേബീസാറുണ്ട്. ജോളിയായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഷൂട്ടിങ് ഡ്രാമ ഇതെല്ലാം കുറേ നന്നായിട്ട് ആഡ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി പറഞ്ഞ ഫ്രണ്ട്സ് കൂടെ ഇരുന്നിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഹീറോയിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. രണ്ടുപേരും ഇരുന്നിട്ട് അവിടെ ഇതാക്കായിരുന്നു. അപ്പോൾ ഒരു ഗേൾ വന്നായിരുന്നു. ഗേളുടെ പേര് ഹീറോയ്ക്കും ഇങ്ങനെ ഫ്രണ്ടുകൾ ഇരുന്നിട്ട് ജ്യൂസ് ഒന്ന് കുടിച്ചുകൊണ്ട് രണ്ടുപേരും ഇരുന്നിട്ട് സംസാരിച്ചായിരുന്നു. ബേബീസ് പറഞ്ഞാൽ ഒരു റൂമിൽ ഇരുന്ന് കളിക്കാൻ തുടങ്ങിയായിരുന്നു. ബാക്കി ബേബീസുകൾ നല്ല അവരുടെ കൂടെ ജോയിൻ ചെയ്തു. ആ ബേബീസ് ഉറങ്ങിയായിരുന്നു. 2 ബേബീസും ഹീറോയി ഇരുന്ന് ഉണ്ടാക്കുമ്പോൾ ഒരു ഗേൾ വന്നായിരുന്നു. ആ ഗേളുടെ പേര് മേഘന വന്നായിരുന്നു. ആൻറ്റി എന്ന് പറഞ്ഞായിരുന്നു. മേഘന പറഞ്ഞ ആൻറ്റി ഞാൻ പഠിക്കാൻ പോയത് ഞാൻ മുംബൈയിൽ വന്നു ആൻറ്റി എന്ന് പറയാനും മേഘന അകത്ത് വന്ന് വീണു നോക്കിയായിരുന്നു. ജങ്കുക്കിനും മേഘന ശ്രദ്ധിച്ചില്ല. അതിന് വീണ് നോക്കി ഫ്ലാറ്റായിരുന്നു. ആൻറ്റി ആരാ ഇവനെനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. മേഘൻ്റെ മമ്മി പറയായിരുന്നു. ആരാ? മേഘൻ പറയും മമ്മി എനിക്ക് ഇവനെ ഇഷ്ടപ്പെട്ടു, ഇവർ ചോദിച്ചു നോക്കും ഇവനിക്ക് മാരേജ് ചെയ്യിക്കണോ എന്ന് മേഘന പറയുന്നത് കേട്ടിട്ട് എന്താ ഹീറോയിൻ ചോദിച്ചിരിക്കുകയായിരുന്നു. ഇവർക്ക് മാരേജ് ചെയ്യിപ്പാ എന്ന് പറയുന്നു. മേഘന വീട് ചേഞ്ച് ആയിരുന്നു. അപ്പോൾ മേഘനോട് പറയുന്നത് അതെ എനിക്ക് മാരേജ് ആയി എന്ന് പറയുന്നു. ശരി ഓക്കെ വരയില്ല. മേഘന അവിടുന്ന് പോയായിരുന്നു. നെക്സ്റ്റ് സാറ വന്നു.
സാറ ജങ്കുക്കിനെ വി പറഞ്ഞ വി അകത്ത് കുട്ടി കയറിയില്ലെന്ന് വി പറഞ്ഞു. ജങ്കുക്ക് സാറിനെ ഇഷ്ടപ്പെട്ടു. സാറൊക്കെ ജങ്കുക്കിനെ ഇഷ്ടപ്പെട്ടു. ജങ്കുക്കിന് സാറിൻ്റെ അമ്മയോട് പറയുന്നത് സാറ പറഞ്ഞായിരുന്നു ഗോവയിലാണ് ട്രിപ്പൊക്കെ പോയിരുന്നു. അത് മാത്രമല്ല ഗോവയിൽ ട്രിപ്പൊക്കെ പോയായിരുന്നു സാറ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞു. സാറിൻ്റെ അമ്മയൊക്കെ പറയുന്നിട്ട് ഹീറോയിൻ്റെ അമ്മ പറയുന്നു അവൾക്ക് മാരേജ് ഇപ്പാന്ന് പറഞ്ഞു. സാറ പോയിരുന്നു. രണ്ടുപേർക്ക് ടെൻഷനായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിനെ എങ്ങനെയായി ഇവരെ പിരിക്കണം ഇത് നിറയെ പ്ലാൻ തുടങ്ങുമായിരുന്നു. ഇത് വീക്കും ജങ്ങക്ക് ടെൻഷനായിരുന്നു. ജിയും ജങ്ങക്ക് പറയുന്നു ഇതെന്നെ അവർക്ക് ഷോക്കായിരുന്നു. ബേബീസെല്ലാം കണ്ടത് ഇതാ പറഞ്ഞേക്ക് ഇനിമേലെ ഞങ്ങൾ ടോർച്ച് ചെയ്ത് എന്ത് ചെയ്യാൻ അറിയില്ല. നേരെ മറട്ടിട്ട് അവർ ഹീറോയിനെ എടുത്തിട്ട് കൊറിയക്ക് പോയിരുന്നു. ആൻറ്റിക്ക് വന്ന് നോക്കി പോകുന്നത് അവർക്ക് ഷൂട്ടിങ് ഭയങ്കര ബിസിയായിരുന്നു. ഹീറോയിൻ നന്നായിട്ട് അവരെ കെയറിങ് ചെയ്ത് തുടങ്ങിയത്. ബേബീസ് എല്ലാം ഹാപ്പി ആയിട്ട് ഇതാക്കുമായിരുന്നു. മമ്മി എന്താ പറയായിരുന്നു ഡാഡി കൂടെ നമ്മൾ ട്രിപ്പ് പോയിട്ട് വരാം എന്ന് പറയണേ. എവിടെക്കാ ട്രിപ്പ് ഇപ്പോൾ സ്കൂളിൽ വിട്ടിട്ടുണ്ട് മമ്മി എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെ ഇന്ത്യക്ക് പോവാം എന്ന് ഹീറോ പ്ലാൻ ഇട്ട് ഇന്ത്യയിൽ നല്ലൊരു പ്ലേസ് ഉണ്ട് പറയാൻ. ഹീറോയിനും ഫാമിലി എല്ലാവരും കൂടി ട്രിപ്പ് വന്നായിരുന്നു. ഭയങ്കര നിറയെ പ്ലേസ് കറങ്ങാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. മമ്മി നന്നായിട്ടുണ്ട് ഈ പ്ലേസിൻ്റെ പേരുണ്ട് ഇതാണെന്ന് പേര് പറഞ്ഞു. ഹീറോയി അങ്ങനെ കുട്ടികൾ ജോലിയായിട്ട് എൻജോയ് ചെയ്തു. നിറയെ ഗെയിംസ് എല്ലാം ഉണ്ടായിരുന്നു. ഹീറോയി ജോലിയായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയാണ്. ബേബീസ് ഹീറോയിനെല്ലാം ഹാപ്പി ആയിട്ട് നിറയെ പ്ലേസ് ഹീറോയി വിളിച്ചുകൊണ്ട് പോയിരുന്നു. അതുമാത്രമല്ല ഫാമിലിക്ക് ഹീറോയ്ക്ക് നിറയെ ഹോട്ടൽസ് അറിയും. എവിടെയെല്ലാം ഉണ്ട്. ഹീറോയിൻ്റെ സെക്യൂരിറ്റിയാണ് ജോയിൻ ചെയ്തത്. ഹീറോയി അങ്ങനെയായിട്ട് ഹീറോയി ജോലിയായിട്ട് ഉണ്ടായിരുന്നു. ബീച്ച് സൈഡിലിട്ട് ഹീറോയ്ക്ക് എഴുന്നേറ്റുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഒരു ഇന്ത്യൻ ആക്ടറായിരുന്നു. അവർക്ക് ഹീറോയിനെ കണ്ടിട്ട് ഒറ്റ നോട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഹീറോയിനോട് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. ഹായ് ഗേൾ ബ്യൂട്ടിഫുൾ ഗേൾ സിംഗിളാണോ എന്ന് കേൾക്കാറുണ്ട്. ഇതായിട്ട് വി പറയണം സിംഗിളല്ല കമ്മിറ്റ് ആളുടെ എൻ്റെ വൈഫാ എന്ന് പറയായിരുന്നു. പിന്നെ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ ചൊങ്ക കുറേ എൻ്റെ വൈഫാ എന്ന് പറഞ്ഞ് അവർ ഹീറോയിനെ പിടിച്ച് വെച്ചത്. ഹീറോ ചിരിക്കായിരുന്നു. അങ്ങനെ ഫാമിലീസായി ജോലിയായിട്ട് എൻജോയ് ചെയ്തിരുന്നു. ഇങ്ങനെ ഫാമിലി ഫോട്ടോസ് എടുത്തായിരുന്നു. ഹീറോ ഭയങ്കര ഹാപ്പി ആയിട്ട് ജോലിയായിട്ട് ഇരിക്കാൻ തുടങ്ങിയായിരുന്നു. ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്. ബൈ ടാറ്റാ.